ഹോട്ടലിനുള്ളിൽ വന്നു. അപ്പൊ അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഇവിടെ ദുബായിലെ ഹോട്ടലുകളെല്ലാം ഇതേപോലെയാണ്. ഒരു 4 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് കൂടി തന്നെയാണ് ഈ ഹോട്ടലിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കിങ് സൈസ് ബെഡ്, അതുകൂടാതെ ഒരു എക്സ്ട്രാ സോഫയോ അതുപോലെ തന്നെ കോഫി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന് മിൽക്കും ടീ പൗഡർ, വാട്ടർ, അതുകൂടാതെ ഫ്രിഡ്ജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കബോർഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അഡീഷണൽ പില്ലോസ് വേണമെങ്കിൽ നമുക്ക് പില്ലോസ് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള പില്ലോസ്. ലൈറ്റ് ഒക്കെ ഉള്ളിൽ നിന്ന് വരുന്ന ഇതിന്റെ നല്ല ഇന്റീരിയർ ഒക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടലാണ്. നമ്മൾ ആദ്യം ക്രീക്ക് ഏരിയയിലായിരുന്നു. അപ്പൊ അവിടെ 2 ദിവസം നമ്മൾ താമസിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഏരിയയിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ദുബായിയുടെ എല്ലാ പ്രദേശങ്ങളും വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരാഴ്ച കാലം താമസിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. നമ്മളൊരു 4 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോഫി ഉണ്ടാക്കാനും അതുപോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. അവിടെ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ 3 സ്റ്റാറും 4 സ്റ്റാറുമായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഫുൾ ബോർഡ് ആണെങ്കിൽ നമുക്ക് ലഞ്ചും ഡിന്നറും ഒക്കെ ഉണ്ടാകും. അൺലിമിറ്റഡ് ഫുഡ് ഉണ്ടാകും. ഹോട്ടലിനുള്ളിൽ വന്നു. അപ്പൊ അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഇവിടെ ദുബായിലെ ഹോട്ടലുകളെല്ലാം ഇതേപോലെയാണ്. ഒരു 4 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് കൂടി തന്നെയാണ് ഈ ഹോട്ടലിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. കിങ് സൈസ് ബെഡ്, അതുകൂടാതെ ഒരു എക്സ്ട്രാ സോഫയോ അതുപോലെ തന്നെ കോഫി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന് മിൽക്കും ടീ പൗഡർ, വാട്ടർ, അതുകൂടാതെ ഫ്രിഡ്ജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കബോർഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അഡീഷണൽ പില്ലോസ് വേണമെങ്കിൽ നമുക്ക് പില്ലോസ് കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള പില്ലോസ്. ലൈറ്റ് ഒക്കെ ഉള്ളിൽ നിന്ന് വരുന്ന ഇതിന്റെ നല്ല ഇന്റീരിയർ ഒക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടലാണ്. നമ്മൾ ആദ്യം ക്രീക്ക് ഏരിയയിലായിരുന്നു. അപ്പൊ അവിടെ 2 ദിവസം നമ്മൾ താമസിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഏരിയയിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ദുബായിയുടെ എല്ലാ പ്രദേശങ്ങളും വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരാഴ്ച കാലം താമസിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. നമ്മളൊരു 4 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോഫി ഉണ്ടാക്കാനും അതുപോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. അവിടെ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ 3 സ്റ്റാറും 4 സ്റ്റാറുമായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഫുൾ ബോർഡ് ആണെങ്കിൽ നമുക്ക് ലഞ്ചും ഡിന്നറും ഒക്കെ ഉണ്ടാകും. അൺലിമിറ്റഡ് ഫുഡ് ഉണ്ടാകും.